ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിതിൻ. ആഹ് ഇന്നത്തെ ഒരു വീഡിയോയിൽ പുതിയൊരു സബ്ജക്റ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. കുറെ കാലമായി ഇങ്ങനെയുള്ള ടോപ്പിക്കുകൾ ചെയ്യണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നു. പ്രിപ്പയർ ആയത് ഇപ്പോഴാണ്. എന്തായാലും നമുക്കിന്ന് വീഡിയോയിലേക്ക് കിടക്കാം. ഇന്നത്തെ എൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് പ്രമേഹം അഥവാ ഡയബറ്റിസ് മെലിറ്റസ്. നിങ്ങൾ ഓർക്ക് എന്താ പെട്ടെന്നൊരു മെഡിക്കൽ അല്ലേ? ഞാനോർത്ത് എന്തുകൊണ്ട് നമുക്ക് പ്രൊഫഷണലിലെ കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചുകൂടാ. അതുകൊണ്ടാണ് ഇന്നിപ്പോ ഒരു പുതിയ ടോപ്പിക്കുമായിട്ട് വന്നിരിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. എന്താണ് പ്രമേഹം അഥവാ ഡയബറ്റിസ് മെലിറ്റസ് എന്ന് പറയുന്ന അസുഖം? സാധാരണക്കാരുടെ ഇടയിൽ ഷുഗർ അല്ലെങ്കിൽ പഞ്ചസാരയുടെ അസുഖം എന്നറിയപ്പെടുന്ന ഈ രോഗം ചെറുപ്പക്കാരുടെ ഇടയിലും ഇന്ന് വ്യാപകമായി കാണുന്ന ഒരു അസുഖമാണ്. ഇത് ശരീരത്തിലെ ഒട്ടുമിക്ക അവയവങ്ങളെയും ബാധിക്കുന്ന ഒരു ഗുരുതരമായ അസുഖമാണ്. വളരെ കാലം നീണ്ടു നിൽക്കുന്ന രക്തത്തിലെ പഞ്ചസാരയുടെ ഉയർന്ന അളവ് അല്ലെങ്കിൽ ഹൈപ്പർ ഗ്ലൈസീമിയ എന്നതാണ് പ്രമേഹം എന്ന അസുഖം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇടയ്ക്കിടെയുള്ള മൂത്രമൊഴിക്കൽ, വർദ്ധിച്ച വിശപ്പും ദാഹവും, മധുരത്തോട് ആസക്തി, ലൈംഗിക താല്പര്യക്കുറവ് എന്നിവയൊക്കെയാണ് ഇതിന്റെ പ്രധാന ലക്ഷണം. ചികിത്സിച്ചില്ലെങ്കിൽ പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകുന്ന വളരെ വലിയ ഒരു വിപത്താണ് പ്രമേഹം എന്ന് പറയുന്ന ഈ അസുഖം. ഹൃദയ സംബന്ധമായ അസുഖം, ഹൃദയാഘാതം, വിട്ടുമാറാത്ത വൃക്കരോഗം, കാലിലെ അൾസർ, ഞരമ്പുകൾക്ക് കേടുപാടുകൾ, കാഴ്ചക്കുറവ്, അതുപോലെ തന്നെ കണ്ണുകളുടെ മറ്റു കേടുപാടുകൾ തുടങ്ങി ഗുരുതരമായ ദീർഘകാല സങ്കീർണമായ അവസ്ഥയിലേക്ക് പ്രമേഹം നമ്മളെ കൊണ്ടെത്തിക്കുന്നു. ഒന്നുകിൽ പാൻക്രിയാസ് വേണ്ടത്ര ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാത്തത് കൊണ്ടോ അല്ലെങ്കിൽ ശരീരത്തിലെ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസുലിനോട് ശരിയായി പ്രതികരിക്കാത്തത് കൊണ്ടോ ആണ് പ്രമേഹം എന്ന അവസ്ഥയിലേക്ക് പോകുന്നത്. ഇൻസുലിൻ എന്ന് പറയുന്നത് ഒരു ഹോർമോണാണ്. ഇത് ഉൽപ്പാദിപ്പിക്കുന്നത് പാൻക്രിയാസ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇത് ഭക്ഷണത്തിൽ നിന്നുള്ള ഗ്ലൂക്കോസിനെ കോശങ്ങളിലേക്ക് ഊർജത്തിനായി ഉപയോഗിക്കുന്നതിന് സഹായിക്കുന്ന ഒരു ഹോർമോണാണ്. ഈ ഹോർമോണിന്റെ കുറവ് മൂലമാണ് നമുക്ക് പ്രമേഹം എന്ന അസുഖത്തിലേക്ക് നമ്മൾ നീങ്ങുന്നത്. പ്രധാനമായും പ്രമേഹം അല്ലെങ്കിൽ ഡയബറ്റിസ് മെലിറ്റസ് എന്ന് പറയുന്ന ഈ അസുഖം രണ്ട് തരമാണുള്ളത്. ഒന്ന് ടൈപ്പ് 1 ഡയബറ്റിസ് മെലിറ്റസ് ആൻഡ് ടൈപ്പ് 2 ഡയബറ്റിസ് മെലിറ്റസ്. ടൈപ്പ് 1 എന്ന് പറയുന്നത് ഇൻസുലിൻ അധിഷ്ഠിതമല്ലാത്ത പ്രമേഹം, അതായത് നോൺ ഇൻസുലിൻ ഡിപ്പെൻഡന്റ് എന്നാണ് അറിയപ്പെടുന്നത്. ഇലറ്റ്സിലെ ബീറ്റ കോശങ്ങൾ നശിച്ചു പോവുകയോ പ്രവർത്തിക്കാതിരിക്കുകയോ ചെയ്യുമ്പോഴാണ് ടൈപ്പ് 1 ഡയബറ്റിസ് മെലിറ്റസ് ഉണ്ടാവുന്നത്. പ്രായം ഇതിനൊരു ഘടകമല്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ചെറുപ്പത്തിലും ഉണ്ടാകാം, പ്രായമായതിനു ശേഷമൊക്കെ ഉണ്ടാവാം. ടൈപ്പ് 2 ഡയബറ്റിസ് മെലിറ്റസ് എന്ന് പറയുന്നത് ഏകദേശം ശരാശരി ഒരു 40 വയസ്സിന് മുകളിലുള്ളവരെയും അതുപോലെ തന്നെ ശരീരഭാരം കൂടിയവരെയും ആണ് ഇത് കൂടുതലായിട്ടും ബാധിക്കുന്നത്. ഇൻസുലിൻ എന്ന ഹോർമോണിന്റെ ഉൽപാദനം ശരീരം മൊത്തം ആവശ്യത്തിന് വേണ്ടത്ര തികയാതെ വരുമ്പോൾ ആണ് ഇത്തരം ഡയബറ്റിസ് ഉണ്ടാവുന്നത്. പിന്നെയുള്ളത് ഒരു ഡയബറ്റിക്സിന് തന്നെ ഒരു പാർട്ടും കൂടെ ഉണ്ട്, അതായത് ഗർഭകാല പ്രമേഹം എന്ന് പറയും. അതായത് ഗർഭിണികളായിട്ടുള്ള സ്ത്രീകൾക്ക് ഗർഭാവസ്ഥയിലിരിക്കുന്ന സമയത്ത് പ്രമേഹം ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. ഇതിന് പറയുന്നത് ജസ്റ്റേഷണൽ ഡയബറ്റിസ് മെലിറ്റസ് എന്നാണ് പറയുന്നത്. ഗർഭിണിയാവുന്നതോടെ മിക്കവാറും സ്ത്രീകൾക്ക് ഇൻസുലിൻ പ്രതിരോധം കൂടുന്നു. ഏതാണ്ട് 2 മുതൽ 4% വരെ ഗർഭിണികൾക്ക് ഇത് ഒരു താൽക്കാലിക പ്രമേഹമാവസ്ഥയായി കാണാറുണ്ട്. ഗർഭകാലത്ത് ഉണ്ടാകുന്ന ഇത്തരം പ്രമേഹങ്ങൾ ഭാവിയിൽ അവർക്ക് ഒരു പ്രമേഹ രോഗിയായി തീരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ ഡയബറ്റിക്സ് ഉണ്ടാവാനുള്ള ഒരു കാരണമാണ് പാൻക്രിയാസിന്റെ വീക്കം, അതുപോലെ തന്നെ ചില പ്രത്യേകതരം മരുന്നുകളുടെ ഉപയോഗം. ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഡയോറിറ്റിക്സ് ഒക്കെ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ സ്റ്റിറോയിഡ്സ് ഉപയോഗിക്കുമ്പോൾ പ്രമേഹം ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുമ്പോൾ കേട്ടോ, സാധ്യത വളരെ കൂടുതലാണ്. ഇത്തരം ഇങ്ങനെ ഉണ്ടാകുന്ന പ്രമേഹത്തെയാണ് ഈ സെക്കൻഡറി ഡയബറ്റിസ് എന്ന് പറയുന്നത്. ചില ആളുകളിൽ തുടക്കത്തിൽ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് സാധാരണയിൽ നിന്നും കൂടുകയും എന്നാൽ പ്രമേഹത്തിന്റെ അളവിലേക്ക് എത്താതെയും നിൽക്കും. ഈ അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് പ്രീ ഡയബറ്റിസ് അഥവാ IGT, അതായത് ഇംപെയർഡ് ഗ്ലൂക്കോസ് ടോളറൻസ് എന്ന് പറയുന്നു.
ഇത്തരം ആളുകൾ ഭക്ഷണത്തിലും വ്യായാമത്തിലും ഒക്കെ ശ്രദ്ധിച്ചാൽ അവർക്ക് ഒരു പരിധി വരെ ഇതിനെ മാറ്റിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഇതിന് പ്രമേഹം എന്ന രോഗം ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത് ഏറ്റവും ആദ്യം തന്നെ പറയേണ്ടത് പാരമ്പര്യം തന്നെയാണ്. നമ്മുടെ മുമ്പുള്ള തലമുറകളിൽ ഷുഗർ ഉള്ള അല്ലെങ്കിൽ പ്രമേഹമുള്ള ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ചില അവസരങ്ങളിൽ ശരീരത്തിന്റെ കോശങ്ങളെ തന്നെ ശരീരം ശത്രു എന്ന് കണ്ട് നശിപ്പിച്ചു കളയാറുണ്ട്. ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന കോശങ്ങളെ ശരീരം ഇത്തരത്തിൽ നശിപ്പിച്ചു കളഞ്ഞാൽ ശ്രമിച്ചാൽ അത് പ്രമേഹം എന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരും. അതുപോലെ തന്നെ പതിവായിട്ട് വ്യായാമശീലം ഇല്ലാത്ത ആളുകൾക്ക് പ്രമേഹം എന്ന അവസ്ഥയിലേക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ മദ്യപാനവും പുകവലിയും സ്ഥിരമായിട്ട് ചെയ്യുന്നവർക്ക് പ്രമേഹ രോഗം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അനാരോഗ്യകരമായ ഭക്ഷണ രീതിയാണ് മറ്റൊരു കാരണം. അതായത് അമിതമായി ഊർജവും കൊഴുപ്പും അടങ്ങിയ ഭക്ഷണങ്ങൾ, അതുപോലെ തന്നെ ചോറ്, കപ്പ, ഗോതമ്പ്, മരച്ചീനി ഇങ്ങനെയുള്ള സാധനങ്ങൾ സ്ഥിരമായിട്ട് ഒത്തിരി ഒരു പരിധിയിൽ കൂടുതൽ കഴിക്കുന്നത്, അതുപോലെ തന്നെ പഞ്ചസാര, മധുരപാനീയങ്ങൾ, പലഹാരങ്ങൾ, വറുത്തതും പൊരിച്ചതുമായ ആഹാര പദാർത്ഥങ്ങൾ തുടങ്ങിയവയൊക്കെ കഴിക്കുന്നത് പ്രമേഹം എന്ന രോഗത്തിലേക്ക് നമ്മളെ അടുപ്പിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെയുള്ളത് ടെൻഷൻ, മാനസിക പെരുമുറുക്കം ഉള്ള ആൾക്കാർക്കും പ്രമേഹം എന്ന അസുഖത്തിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതൊക്കെയാണ് സാധാരണഗതിയിൽ ഈ രോഗത്തിനുണ്ടാകുന്ന കാരണങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഈ രോഗമുണ്ടാകുന്ന വഴിയെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. അതായത് മനുഷ്യ ശരീരത്തിലെ കോശങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് ഗ്ലൂക്കോസ് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു സംഗതിയാണ്. ഇത് നമുക്ക് ലഭിക്കുന്നത് ആഹാരത്തിൽ നിന്നുമാണ്. എന്നാൽ നമുക്കിത് കൃത്യമായി അളന്ന് കഴിക്കാൻ സാധിക്കാത്തത് കൊണ്ട് കൂടുതലോ കുറവോ പഞ്ചസാര നമ്മുടെ ശരീരത്തിലേക്ക് ലഭിച്ചെന്ന് വരാം. ഇപ്പൊ നമ്മൾ കഴിക്കുന്ന ആഹാരം, ഇപ്പം ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് മുന്നേ പറഞ്ഞായിരുന്നു കപ്പ ഇങ്ങനെയുള്ള സാധനങ്ങൾക്കകത്തൊക്കെ ഷുഗർ വളരെ കൂടുതലാണ്. അപ്പൊ സ്ഥിരമായിട്ട് കഴിക്കുന്നവർ ഒരു നേരം നമ്മൾ കപ്പ കഴിച്ചു, മറ്റൊരു നേരം നമ്മൾ ചിലപ്പോൾ ഫാസ്റ്റിംഗ് ആണ്, അപ്പം കൂടുതലും കുറവും ഒക്കെ വരാം. അതിനാൽ ഈ രക്തത്തിൽ പല സമയത്ത് പല അളവിൽ ഗ്ലൂക്കോസ് കാണപ്പെടും. ഇങ്ങനെ വരുമ്പോൾ ഭക്ഷണത്തിൽ നിന്ന് രക്തത്തിലേക്ക് ലഭിക്കുന്ന ഗ്ലൂക്കോസിന്റെ അളവ് ക്രമാതീതമായി വർദ്ധിക്കാതെ ശരീരം നോക്കാറുണ്ട്. ഇത് ആരോഗ്യമുള്ളവരിൽ കൃത്യമായി പരിപാലിക്കപ്പെടുന്നു. ഇതിൽ ഗ്ലൂക്കോസിന്റെ അളവ് കുറച്ചു ഭാഗം നമ്മുടെ ശരീരം ഉപയോഗിച്ച് തീർക്കും. ഇത് പലരിലും പല അളവിലാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ ജോലി ചെയ്യുന്നവരിൽ ഗ്ലൂക്കോസ് കൂടുതൽ അളവിൽ ഉപയോഗിക്കും. എന്നാൽ ചെറിയ ചെറിയ ജോലികൾ ചെയ്യുന്ന ആൾക്കാർക്ക് അതനുസരിച്ച് കുറവായിരിക്കും പറ്റുന്നത്. അതേസമയത്ത് തന്നെ പാൻക്രിയാസിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഇൻസുലിൻ ഈ എക്സ്ട്രാ വരുന്ന ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി മാറ്റിയിട്ട് അത് നമ്മുടെ കരളിൽ സൂക്ഷിച്ചു വെക്കുകയാണ് ചെയ്യാറ്. ഈ ഗ്ലൈക്കോജനെ തിരിച്ച് ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്നതിന് നമ്മുടെ ശരീരത്തിലെ ആൽഫ കോശങ്ങൾ പുറപ്പെടുവിക്കുന്ന ഗ്ലൂക്കഗോൺ എന്ന സ്രവം ആവശ്യമാണ്. എന്നാൽ ഇത് സംഭവിക്കുന്നത് രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് കുറയുമ്പോഴാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. കോശങ്ങൾക്ക് ഗ്ലൂക്കോസ് ആവശ്യമാണെങ്കിൽ ഇൻസുലിൻ സഹായവും ആവശ്യമാണ്. സാധാരണഗതിയിൽ ഒരു മനുഷ്യൻ 8 മണിക്കൂറെങ്കിലും ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ പറഞ്ഞ ശരീരപ്രവർത്തനങ്ങൾ നിമിത്തം രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ തോത് 80 to 100 മില്ലിഗ്രാം പെർ മില്ലി ലിറ്റർ രക്തത്തിൽ എന്ന അളവിൽ വരുന്നു. ഇത് രോഗമില്ലാത്ത അവസ്ഥയാണ്, അതായത് നോർമൽ റേഞ്ച് ആണ്. എന്നാൽ 100 അതിൽ കൂടുതലോ അല്ലെങ്കിൽ 100 മുതൽ 125 അല്ലെ 130 വരെയൊക്കെ വരുവാണെങ്കിൽ ഇത് പ്രീ ഡയബറ്റീസ് അഥവാ പ്രമേഹത്തിന് മുൻപുള്ള അവസ്ഥ എന്ന് വേണം നമുക്ക് ഇതിനെ പറയാം. 125 ഇതിന് മുകളിലേക്കാണ് എങ്കിൽ 125 മുകളിലേക്കാണ് എങ്കിൽ പ്രമേഹം നമ്മളെ ബാധിച്ചു തുടങ്ങി നമുക്ക് പറയാൻ സാധിക്കും. പ്രമേഹം കൊണ്ടുണ്ടാവുന്ന ദൂഷ്യഫലങ്ങൾ ഏറ്റവും ആദ്യമായി പറയേണ്ടത് ഇത് നമ്മുടെ ഹാർട്ടിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ അതുപോലെ തന്നെ കാഴ്ച ശക്തി നഷ്ടപ്പെടുന്നു, കണ്ണിന്റെ പ്രവർത്തനങ്ങൾക്ക് തടസ്സം സൃഷ്ടിക്കുന്നു, കിഡ്നി തകരാറുണ്ടാക്കുന്നത് മൂലം നമ്മൾ സ്ഥിരമായ ഡയാലിസിസിലേക്ക് പോകുന്നു. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും ഒരു മുറിവുണ്ടായി കഴിഞ്ഞാൽ അത് ഭയങ്കര താമസമായിരിക്കും റിക്കവർ ആയി വരാനായിട്ട്. അതുപോലെ തന്നെ നമുക്ക് സ്പർശനശേഷി നഷ്ടപ്പെടുന്നുണ്ട്, കായിക ശേഷി നഷ്ടപ്പെടുന്നു, അമിതമായ ക്ഷീണം നമുക്ക് തോന്നും, എപ്പോഴും ഭയങ്കര ക്ഷീണമായിരിക്കും നമുക്ക് തോന്നുന്നത്.
അതുപോലെ നമ്മുടെ വിശപ്പും ദാഹവും ഭയങ്കരമായിട്ടും വർദ്ധിക്കും. എന്നാൽ നമുക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവുകയും ചെയ്യും. ഇനി ഇതിന് മുൻകരുതൽ എന്ന നിലയ്ക്ക് കൃത്യമായ കാലയളവിൽ രക്തപരിശോധന നടത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഭക്ഷണം കഴിക്കാതെയും കൃത്യസമയത്ത് ഭക്ഷണം കഴിച്ചതിന് ശേഷവുമാണ് പരിശോധന നടത്തേണ്ടത്. വയറിന് ചുറ്റും കൊഴുപ്പ് അടിയുന്നത് കഴിവതും ഒഴിവാക്കണം. അതുപോലെ തന്നെ പതിവായി വ്യായാമം ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇങ്ങനെ നമുക്കൊരു മുൻകരുതലായി എടുക്കാൻ പറ്റും. പ്രമേഹം എന്ന് പറയുന്നത് ആയുഷ്കാലം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഒരു അസുഖമാണ്. ഇതിനെ നിയന്ത്രിച്ചു നിർത്താനല്ലാണ്ട് ഇതിനെ പൂർണ്ണമായി മാറ്റുവാൻ സാധിക്കുകയില്ല. ആധുനിക വൈദ്യശാസ്ത്രത്തില് ഫലപ്രദമായ ചികിത്സ ഇപ്പോൾ നിലവിലുണ്ട്. രോഗി അവന്റെ ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കേണ്ട ഒരു അവസ്ഥയാണിത്. അങ്ങനെ മരുന്നുകൾ കൊണ്ട് നമുക്കിത് നിയന്ത്രിച്ചു നിർത്താൻ മാത്രമേ സാധിക്കൂ. പൂർണ്ണമായി ഒഴിവാക്കാനായിട്ട് സാധിക്കുന്ന ഒരു അസുഖമല്ല പ്രമേഹം എന്ന് പറയുന്നത്. ഏറ്റവും നല്ല കാര്യം എന്ന് പറഞ്ഞാൽ പ്രമേഹം വരാതെ നോക്കുക എന്നുള്ളതാണ്. മുൻകരുതലുകൾ ചെയ്ത് കൃത്യമായി ചെക്കപ്പ് ഒക്കെ ചെയ്ത് നമ്മൾ അല്ലെങ്കിൽ കൃത്യമായ വ്യായാമവും കൃത്യമായ ഭക്ഷണ രീതിയും ഒക്കെ ചെയ്തുകൊണ്ട് നമ്മൾ മുൻകരുതൽ എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ഫലപ്രദമായ കാര്യം. വന്നു കഴിഞ്ഞാൽ പിന്നെ ജീവിതകാലം മുഴുവൻ നമുക്ക് മരുന്ന് കഴിക്കേണ്ട ഒരു അസുഖമാണ് പ്രമേഹം എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള അസുഖത്തിന് യാതൊരു കാരണവശാലും നമ്മൾ സ്വയമേ ട്രീറ്റ്മെന്റ് എടുക്കരുത്. കാരണം ഓരോരുത്തർക്കും വരുന്ന അസുഖം വേറെ വേറെ രീതിയിലായിരിക്കാം. ഇപ്പോ എനിക്കുണ്ടാവുന്ന പ്രമേഹ രീതി ആയിരിക്കില്ല മറ്റൊരാൾക്കുണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു ഡയബറ്റോളജിസ്റ്റിനെ കണ്ടിട്ട് അവർ രീതിയിൽ ബ്ലഡ് ചെക്കപ്പും കാര്യങ്ങളൊക്കെ നടത്തിയതിന് ശേഷം മാത്രമേ അവർ തരുന്ന മരുന്നുകൾ കഴിക്കാവുള്ളൂ. അതുപോലെ തന്നെ മരുന്ന് കഴിക്കുമ്പോൾ ഇത് കുറഞ്ഞു പോകാനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ട് തന്നെ മരുന്ന് കഴിക്കുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള ഭക്ഷണം അത് കൃത്യമായ രീതിയിൽ തന്നെ കഴിക്കുക. നമ്മളോട് ഡോക്ടർമാർ പറയുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായി നമ്മൾ പാലിക്കുകയും വേണം. എന്നാൽ മാത്രമേ നമുക്ക് ഇതിന്റെ ലെവല് കൺട്രോൾ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഷുഗറിന്റെ അളവ് കൂടിയാലും കുറഞ്ഞാലും പ്രശ്നമാണ്. ഷുഗർ കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ വീട്ടിലൊക്കെ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ ബോധം കെട്ട് പോകുന്ന ആൾക്ക് കുറച്ച് എന്താ പറയാ മുട്ടായി വായിലിട്ട് കൊടുക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ ആൾക്കാർ ചെയ്യുന്ന പരിപാടി പഞ്ചസാര വായിലിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. പക്ഷെ അതിലും ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത് പഞ്ചസാര വെള്ളം അല്ലെങ്കിൽ ഒരു നാരങ്ങ വെള്ളം ഉണ്ടാക്കുക, അല്ലെങ്കിൽ സാധാരണ വെള്ളത്തിൽ പഞ്ചസാര ഇട്ട് ഇളക്കിയിട്ട് കൊടുക്കുക. അതാണ് കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിട്ട് വരുന്ന ഒരു കാര്യം. ഷുഗറിന്റെ അളവ് വളരെ കൂടുമ്പോഴാണ് നമുക്ക് മുറിവുകൾ കരിയാനും അതുപോലുള്ള മറ്റ് അസുഖങ്ങളിലേക്കൊക്കെ പോകുന്നത്. അതുകൊണ്ട് തന്നെ കൺട്രോൾ ചെയ്ത് നിർത്തേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ നാട്ടുവൈദ്യം എന്ന് പറയും, ചിലർ പറയും ഇന്ന സാധനം കഴിച്ചു കഴിഞ്ഞാൽ ഷുഗർ കുറയും എന്നൊക്കെ പറയും. അങ്ങനെ കുറയുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞ നെല്ലിക്ക കഴിച്ചു കഴിഞ്ഞാൽ ഷുഗർ കുറയും എന്ന് കേട്ടിട്ടുണ്ട്. നെല്ലിക്ക കഴിച്ചു കഴിഞ്ഞാൽ ഷുഗർ കുറയും. പക്ഷെ അത് നമ്മൾ മരുന്നും കൂടെ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാകുമ്പോൾ ഭയങ്കരമായ രീതിയിൽ നമ്മൾ ഹൈപ്പോഗ്ലൈസീമിയയിലേക്ക് പോകാനുള്ള സാധ്യതയും അതിലുണ്ട്. അപ്പൊ അതുകൊണ്ട് അനാവശ്യമായിട്ട് ഭക്ഷണം കഴിക്കാതിരിക്കുക, ആവശ്യത്തിന് കഴിക്കുകയും ചെയ്യുക. ഇതാണ് ഇതിന് ഷുഗർ വന്നു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുന്ന കാര്യം. അതുപോലെ പണ്ടൊരു ഡോക്ടർ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു പേഷ്യന്റിന് കൊടുത്ത അഡ്വൈസ് ആയിരുന്നു. അതായത് ഷുഗർ ഉള്ള ആൾക്കാർ 3 നേരത്തെ ഭക്ഷണം 6 നേരമായിട്ട് കഴിക്കണം. അതായത് 6 നേരം ഭക്ഷണം കഴിക്കണം എന്നല്ല ഉദ്ദേശിച്ചത്. 3 നേരം നമ്മൾ എന്തുമാത്രം ഭക്ഷണം കഴിക്കുന്നോ അത്രയും ഭക്ഷണം തന്നെ ക്വാണ്ടിറ്റി അത് മാത്രമേ എടുക്കാവുള്ളൂ. അതായത് ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരാൾ രാവിലെ 3 ദോശ കഴിക്കുമെങ്കിൽ 2 ദോശ രാവിലെ 8 മണിക്കും 1 ദോശ ഒരു 10 മണി സമയത്തും കഴിക്കുക. അതുപോലെ തന്നെ ഉച്ചയ്ക്ക് ചോറെടുക്കുമ്പോൾ 1 കപ്പ് ചോറ് കഴിക്കുക. പിന്നെ ഒരു 4 മണിയൊക്കെ ആകുമ്പോൾ എന്തെങ്കിലും സ്നാക്സ് കൂട്ടി ചായയോ അങ്ങനെ എന്തെങ്കിലും കഴിക്കുക. വൈകുന്നേരങ്ങളിൽ നേരത്തെ തന്നെ ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കുക. ഒരു 7 മണി ഒക്കെ ആകുമ്പോൾ 6:30 7 ആകുമ്പോൾ ഭക്ഷണം കഴിക്കുക. 2 ചപ്പാത്തി കഴിക്കുന്നു. പിന്നെ 1 ചപ്പാത്തി ജസ്റ്റ് കിടക്കാൻ നേരത്തും കഴിക്കുന്നു. കിടക്കാൻ നേരത്തെന്ന് ഉദ്ദേശിച്ചത് ബെഡ് ടൈം അല്ല, കിടക്കുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പേ ആ ഭക്ഷണം കഴിക്കുന്നത്. ഇങ്ങനെ കഴിക്കുമ്പോൾ ഇങ്ങനെയാണ് ഷുഗർ രോഗികൾ ഭക്ഷണം കഴിക്കേണ്ടതെന്ന് ഒരു ഡോക്ടർ ഒരു പേഷ്യന്റ് ഉപദേശം കൊടുക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്തായാലും ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇത് സമൂഹത്തിന് ഗുണമാവും എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാം എന്ന് തീരുമാനിച്ചത്. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണുന്നതിലേക്കും ബൈ.